കഴിഞ്ഞ 30 വർഷമായിട്ട് കേരള ഗവൺമെൻറ് സർവീസിൽ ഞാൻ ജോലി ചെയ്തിട്ട് തിരിച്ചു വന്ന ആളാണ്. ശരിക്കും അവിടെ ഒന്നും കിട്ടാൻ പറ്റാത്ത ഒരു ഫീലിങ്സ് എനിക്കിവിടെ കിട്ടി. ഈ 14 വർഷത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ നല്ല ഒരു കപ്പാസിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ഒരു ട്രെയിനിങ്ങിൽ പങ്കെടുക്കുവാൻ ആദ്യമായിട്ട് സാധിച്ചു. അതിനുള്ള സന്തോഷം ആദ്യം അറിയിക്കുന്നു. കേന്ദ്രത്തിന്റെ ഒരു ഗോൾഡൻ കാലഘട്ടത്തിലേക്ക് തിരിച്ചുപോയ ഒരു അനുഭവമാണ്. ജെയിംസ് സാറ് ഓർക്കുന്നുണ്ടാവും, പണ്ട് ബോസാറിന്റെ ഒക്കെ കാലത്ത് നമുക്ക് കിട്ടിയ ഒരുപാട് മോട്ടിവേഷൻ ട്രെയിനിങ്സ് ഉണ്ട്. അപ്പൊ അതിൽ പങ്കെടുത്ത ആളുകൾ പകുതിയോളം ഇപ്പോഴും ഇവിടെ ഉണ്ട്. ആ ഒരു കാലഘട്ടത്തിലേക്ക് തിരിച്ചുപോയ ഒരു അനുഭവമാണ് നമുക്ക് ഈ കുറച്ച് മുമ്പ് കടന്നുപോയ നിമിഷങ്ങളിലൂടെ നമുക്ക് കിട്ടിയത്. ഇപ്പൊ സുധീരൻ സാറിന്റെ ട്രെയിനിങ് തമ്മിലുള്ള വ്യത്യാസം എല്ലാവരും പറഞ്ഞു. ഞാൻ സാറിന്റെ 3 ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്തതാണ് ഈ സെയിം ടോപ്പിക്. എല്ലാവരും ഇത്രയും കോർഡിനേറ്റഡ് ആയിട്ട് ഒരു ടീമായിട്ട് നിൽക്കുന്നത് ഞാൻ ഇതുവരെ ഇവിടെ കണ്ടിട്ടില്ല. അപ്പം എനിക്ക് സത്യം ഞാൻ മനസ്സിൽ ചിന്ത അറിയാം, എനിക്ക് വിശക്കില്ല, വേണമെങ്കിൽ ഒരു ഗെയിം ഇവിടെ നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ നമ്മളെ കൊണ്ടുപോയിട്ട് ഇതുവരെ ഞാൻ ഒരുപാട് കോളേജിൽ നമ്മൾ ഇതുപോലെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഇത്രയും ബോറടിക്കാത്ത ഒരു ട്രെയിനിങ് അതിന് ഒരുപാട് നന്ദിയുണ്ട്. സുഹൃത്തുക്കളെ, കഴിഞ്ഞ 2-2.5 മണിക്കൂറായിട്ട് ഞാൻ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അടുത്ത കാലത്തിന് ഞാൻ കണ്ടില്ല നമ്മുടെ ജീവനക്കാരും എല്ലാവരും കൂടി ഈ ഒരു സന്തോഷത്തോടെ ആ ഒരു എനർജിയോടെ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്ന കണ്ടിട്ടില്ല. അവിടെ ഒന്നും കിട്ടാൻ പറ്റാത്ത ഒരു ഫീലിങ്സ് എനിക്കിവിടെ കിട്ടി. അതല്ല, ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇത് പോയിരുന്നില്ല. അപ്പോൾ എൻ്റെ സ്റ്റാഫ് 21 പേരുണ്ട്. ഞാൻ പള്ളിച്ചിറയിലെ റീജിയണൽ എഞ്ചിനീയറാണ്. 21 സ്റ്റാഫ് ഉണ്ട്. അവർ ഇന്ന് പറഞ്ഞു, സാറേ പോകണം. സാധാരണ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ നാം എല്ലാവരും ആയിരിക്കുമ്പോൾ ഉറങ്ങി എണീറ്റ് അല്ലെങ്കിൽ ലഞ്ചും കഴിച്ച് ടീയും ബാക്കിയെല്ലാം കഴിച്ച് നമ്മൾ ഇറങ്ങിപ്പോകുന്ന ഒരു അനുഭവമാണ് സാധാരണ ഞാൻ മറ്റു പല ട്രെയിനിങ് സെന്റർ, അതായത് നമ്മുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ടല്ല മറ്റു ട്രെയിനിങ് സെന്ററുകളിൽ കാണാറുള്ളത്. വളരെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. പക്ഷെ ഒരു മടുപ്പ് തോന്നുകയോ ശരിക്കും ഓരോ പ്രാവശ്യം ഓരോരോ പുതിയ എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഫേസ് ചെയ്യുന്നത്. നമ്മൾ ഇതുപോലെ ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമുക്ക് ഒരുപാട് അച്ചീവ് ചെയ്യാൻ പറ്റും പേഴ്സണലായിട്ട് നമ്മുടെ സ്ഥാപനത്തിന് ഒട്ടാകെ. കോളേജിൽ നമ്മൾ ഇതുപോലെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഇത്രയും ബോറടിക്കാത്ത ഒരു ട്രെയിനിങ് അതിന് ഒരുപാട് നന്ദിയുണ്ട്. ഇതുവരെ ഞാനിങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയിട്ടില്ല. താങ്ക് യു സോ മച്ച്. ഈ പരിപാടിയിൽ പോയി പങ്കെടുക്കണം. സാറിന് ഇത് ഭയങ്കരമായിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് കപ്പാസിറ്റിയൊക്കെ ആവശ്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് എനിക്കൊരു കപ്പാസിറ്റി ഇല്ല. കാര്യം വളരെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് മനസ്സിന് പിടിച്ചിരുത്തി. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും കാലം ഞാൻ ഡാൻസ് ചെയ്തിട്ടില്ല. ഇത് ഞാൻ ഡാൻസ് ചെയ്തു. അതുപോലെ പക്ഷേ ഇന്ന് നമ്മുടെ സുധീർ മേനോൻ സാർ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ വളരെ ലളിതമായിട്ട് നമ്മെ രസിപ്പിച്ച് നമ്മുടെ ഒരു നല്ലൊരു എനർജി, പുതിയൊരു ഊർജം നമുക്കിന്ന് സാറിനൂടെ നമുക്ക് നേടാൻ സാധിച്ചു. ഈ മാനേജ്മെന്റ് ഇപ്പോൾ തയ്യാറായത് ഏറ്റവും നല്ലൊരു കാര്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരുടെയും അഭിപ്രായം തന്നെയായിരിക്കും. എല്ലാവർക്കും നല്ലത് പറയാം. ഫോൺ പോലെ റിങ് ചെയ്യുന്നതോ അവര് ഫോൺ നോക്കുന്നതോ ഒന്നും ഈ 3 hours ഈ 3 മണിക്കൂറിനിടയ്ക്ക് ഞാൻ കേട്ടതല്ല. സോ താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച് സർ. ഒരുപാട് നന്ദിയുണ്ട്. ഇതുവരെ ഞാനിങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയിട്ടില്ല. താങ്ക് യു സോ മച്ച്. ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്ന കണ്ടിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് ഈ ട്രെയിനിങ്ങിലെ സബ്ജക്ട് നമുക്ക് മനസ്സിലായി. ഒരു ടീം വർക്കിനെ പറ്റി അദ്ദേഹം പറഞ്ഞു. സുധീർ മേനോൻ സാർ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ എനിക്ക് അത്യാവശ്യം മറുപടി പറയാനും പറ്റി. കാര്യം ഞാൻ പറഞ്ഞല്ലോ, വളരെ സന്തോഷപ്രദമായി എനിക്കെൻ്റെ ജീവിതത്തിൽ കിട്ടാത്ത അനുഭവമാണ് ഇത് ഉറപ്പായിട്ട് ഞാൻ തിരിച്ച് ഓഫീസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 23 സ്റ്റാഫിനെയും മോട്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും വലിയ പോയിന്റ്. നന്ദിയുണ്ട്. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാനും നിർമ്മിതി നമ്മുടെ സംസ്ഥാനമല്ല നമ്മുടെ രാജ്യത്ത് എമ്പാടും ലോകത്തെമ്പാടും നിർമ്മിതിയെ നമുക്ക് ഉയരങ്ങളിലേക്ക് എത്തിക്കുവാൻ നമുക്കിവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാം എന്ന് ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാവർക്കും ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും, അതുപോലെ ക്ലാസ് എടുത്ത സാറിന് ഒന്നുകൂടെ നമുക്കിത് കണ്ടക്ട് ചെയ്ത ജെയിംസ് സാർ, അതുപോലെ നമ്മുടെ നിർമ്മിതിയിലെ എല്ലാവർക്കും ഒന്നുകൂടെയുള്ള എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് എന്റെ കർത്തവ്യം ലഭിക്കുന്നു.